ഇന്നത്തെ സന്ദേശത്തിന് വേണ്ടി നമ്മൾ വായിക്കുന്നത്, ഇന്നത്തെ കുറിവാക്യമായി വായിക്കുന്നത് ഹോശേയ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം വായിച്ച് നമുക്ക് ധ്യാനം ആരംഭിക്കാം. ഹോശേയ ചാപ്റ്റർ 1 വേഴ്സസ് 3. അങ്ങനെ അവൻ ചെന്ന് ദിബ്ലയീമിന്റെ മകളായ ഗോമരിനെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് അവന് ഒരു മകനെ പ്രസവിച്ചു. യഹോവ അവനോട് മതി. ഇന്നത്തെ സന്ദേശത്തിന്റെ തലക്കെട്ട് ഗോസ്പൽ ആൻഡ് മിഷൻ, സുവിശേഷവും ദൗത്യവും എന്നുള്ളതാണ് ഇന്നത്തെ സന്ദേശത്തിന്റെ തലക്കെട്ട്. സുവിശേഷവും ദൗത്യവും പല ആവർത്തി നമ്മളിവിടെ കേട്ടിട്ടുണ്ടെങ്കിലും ഇന്നത്തെ സന്ദേശത്തിൻ്റെ പ്രത്യേകത ഈ സുവിശേഷവും ദൗത്യവും പഴയ നിയമത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. സാധാരണ നമ്മൾ പുതിയ നിയമത്തിൽ നിന്ന് സുവിശേഷത്തിൻ്റെ കാതലായ കാര്യങ്ങൾ പഠിച്ചു വരുന്ന ഒരു സമയമാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചു. ഇത് ഞാൻ ഇന്ന് പഴയ നിയമ പുസ്തകത്തിൽ നിന്ന്, പ്രത്യേകിച്ചും ഈ പ്രവചന പുസ്തകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ നിങ്ങളെ ഒന്ന് വളരെ പെട്ടെന്ന് കാണിക്കാനാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഇത് ഈ അധ്യായങ്ങളിൽ നിന്നുള്ള എൻ്റെ 2-ാമത്തെ സന്ദേശമാണ്. ഇതിനു മുൻപേ ഞാൻ ഹോശേയ പ്രവചന പുസ്തകത്തിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒത്തിരി പശ്ചാത്തലം പറയാതെ നേരിട്ട് ഈ പുസ്തകത്തിൽ സംഭവിക്കുന്ന 1, 2, 3 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വെക്കാനാണ് താല്പര്യപ്പെടുന്നത്. പ്രത്യേകിച്ചും ഈ 1, 2, 3 അധ്യായത്തിൽ നിന്നുകൊണ്ട് ഹോശേയ പ്രവാചകന്റെ പ്രവചനം എന്താണ് എന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് പ്രവാചകന്റെ ജീവിതത്തെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വരച്ച് കാണിച്ചിട്ട് ആ പ്രവാചകന്റെ ജീവിതം നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്, അതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. മീനിങ് ഐ എം നോട്ട് ടെല്ലിങ് ദ മെസ്സേജ് ഓഫ് ദ ബുക്ക്, റാദർ ഐ എം ടോക്കിംഗ് അബൌട്ട് ദ പ്രോഫറ്റ്. പ്രവാചകനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, 1-ാമത്തെ അധ്യായം നമ്മൾ വായിച്ച ഭാഗത്തിലേക്ക് വരുമ്പോൾ ഈ പ്രവചന പുസ്തകം ആരംഭിക്കുന്നത് ഒരു കല്യാണം കൊണ്ട് ആരംഭിക്കുന്ന പുസ്തകമാണ്. എന്തുവാണ് ആരംഭം? കല്യാണം എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള, ഞാൻ ഓർത്താണെന്നല്ലേ, എല്ലാവർക്കും അല്ലെന്ന് തോന്നുന്നു, വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് കല്യാണം. അതുകൊണ്ട് തന്നെ പ്രവാചകനോട് ദൈവം പറയാം, യു ഗോ ആൻഡ് ഗെറ്റ് മാരി, നീ പോയി കല്യാണം കഴിക്കുക. അപ്പോൾ എൻ്റെ ഒരു ചിന്ത, പ്രവാചകൻ എന്തുമായി കാണും? സന്തോഷമായി കാണും. പക്ഷേ പ്രശ്നം, പ്രവാചകന് പറയാൻ പറ്റത്തില്ല, ഞാൻ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ദൈവം പറയും, നീ കല്യാണം കഴിക്കുന്ന ആളില്ലേ, ആരായിരിക്കണം, ആ ആളുടെ യോഗ്യത എന്തായിരിക്കണം എന്ന് ഞാൻ പറയാം. സാധാരണ ഒരു സഹോദരന് വേണ്ടി കല്യാണം ആലോചിച്ചാൽ പെൺകുട്ടിയുടെ സ്വഭാവ നിലവാരമെല്ലാം അന്വേഷിച്ച് അത്രയും ചിന്തിക്കുക നല്ലതാ. ഇപ്പോൾ അതിനേക്കാളും മുന്നോട്ട് പോയിട്ട് ഇപ്പോൾ കെട്ടുന്നവർ തന്നെ ആ ഒരു നില വരെ നമ്മൾ എത്തിക്കഴിഞ്ഞു. പക്ഷെ ഇവിടെ നമ്മൾ പരസ്യമായി പറയാൻ പോലും ലജ്ജിക്കുന്ന പോലത്തെ ഒരു സ്വഭാവമായിരിക്കണം ഈ കല്യാണം കഴിക്കുന്ന മകൾക്കുണ്ടാകേണ്ടത്. നിങ്ങൾ ഇതിന് മുമ്പ് ഇത് വായിച്ചിട്ടുണ്ടായിരിക്കും. ആ വാക്യം ഒന്ന് നോക്കിക്കേ, 2-ാം വാക്യം നോക്കിക്കേ. എന്തുമായിരിക്കണം കല്യാണം കഴിക്കുന്ന ആളുടെ ക്വാളിഫിക്കേഷൻ? 2-ാം വാക്യം, യഹോവ ഹോശേയ മുഖാന്തരം സംസാരിച്ചു തുടങ്ങിയപ്പോൾ യഹോവ ഹോശയോട്, നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയെയും പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്ക. പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യ, പരസംഗത്തിൽ ജനിച്ച മക്കൾ, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? പരസംഗം അർത്ഥം കല്യാണത്തിന് മുന്നേ അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷം പല പുരുഷന്മാരുമായി ബന്ധം പുലർത്തുന്ന ഒരു സ്ത്രീയെ വേണം നീ എടുക്കാൻ ഭാര്യയായിട്ട്. ഒരു നിമിഷം ഹോശേയ എന്ന് പറയുന്ന പ്രവാചകന്റെ പേരൻസിനെ പറ്റി നിങ്ങൾ ചിന്തിക്കണം. തനിക്ക് സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ അവരെ പറ്റി നിങ്ങളൊന്ന് ചിന്തിക്കണം. നമ്മൾ വായിച്ച 3-ാം വാക്യം ഇങ്ങനെ ആയിരുന്നു, ഹോശേയ ചെന്ന്
ഇന്ന ആളെ എടുത്തു. ഒന്ന് ചിന്തിച്ചേ, ദൈവം പറഞ്ഞതുപോലെ ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത യോഗ്യത ആണ് ഈ സ്ത്രീയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ ഈ അധ്യായം ഞാനിങ്ങനെ പഠിച്ചപ്പം പഴയ നിയമ പുസ്തകങ്ങളിൽ വെച്ച് വേദ പണ്ഡിതാക്കന്മാരുടെ ഇടയിൽ ഇത്രയും ചർച്ച നടന്ന, ഡിബേറ്റ് നടന്ന പാസേജുകൾ വേറെ ഇല്ലെന്നാണ് പറയുന്നത്. കാരണം അവരുടെ പ്രധാന പ്രശ്നം ദൈവം അങ്ങനെ പറയത്തില്ല. ദൈവം അങ്ങനെ പറയൂ? അത് ഒരു പ്രവാചകനോട് ഇങ്ങനാണോ പറയുന്നത്? യു ഗെറ്റ് മാരീഡ് ടു ആൻ അഡൾട്ടറസ് വുമൺ. ഇങ്ങനെയുള്ള ഒരു സ്ത്രീയോ കല്യാണം കഴിക്കാൻ ദൈവം പറയത്തില്ല. പ്രത്യേകിച്ച് അവർ പറയുന്നത് പരിശുദ്ധനായ ദൈവമാണ്, ദൈവത്തിൻ്റെ പ്രവാചകനാണ്. അപ്പം പ്രവാചകനോട് ദൈവം ഇങ്ങനെ പറയാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ പല നിലയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. പല നില, ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആ നിലയിൽ പറഞ്ഞു പോകുന്നില്ല, എങ്കിലും 1-2 കാര്യം പറയാം. ചിലർ പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ നടന്നൊരു കല്യാണമല്ല, പിന്നെന്തോ ഇതൊരു ഭാവനയായിട്ടോ അല്ലെങ്കിൽ ഇതൊരു സ്വപ്നമായിട്ടോ ഒരു ദർശനമായിട്ടോ, പ്രവാചകന്മാർ ദർശനങ്ങളെ ദർശിക്കത്തില്ല, അപ്പോൾ ഒരു ദർശനമായിട്ടോ അല്ലെങ്കിൽ ഒരു ഉപമയായിട്ടും എല്ലാം കണ്ടാൽ മതി. ദിസ് ഈസ് നോട്ട് എ റിയൽ മാരേജ്, ദിസ് ഈസ് ജസ്റ്റ് എ പാരബിൾ ഓർ എ വിഷൻ. ഇത് ശരിക്കും നടന്നൊരു കല്യാണമല്ല. ഒരു സന്ദേശത്തെ കൈമാറാൻ വേണ്ടി ദൈവം ഉപയോഗിച്ച ഒരു ദർശനം എന്ന നിലയിൽ മനസ്സിലാക്കിയാൽ മതി എന്നാണ് ചിലതിനെ പറ്റി പറയുന്നത്. പക്ഷെങ്കിൽ നമ്മളിപ്പോൾ വായിച്ച ഈ 3-ാമത്തെ വാക്യത്തിൽ നോക്കിയാൽ കല്യാണം കഴിച്ച സ്ത്രീയുടെ പേര് എഴുതിയിട്ടില്ലേ? സ്ത്രീയുടെ പേരുണ്ട്, സ്ത്രീയുടെ പിതാവിൻ്റെയും പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് കേവലം സ്വപ്നമാവുമോ? ആവാൻ സാധ്യതയില്ല. ഇത്രയും ഡീറ്റെയിലുകൾ തന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് റിയലി ഒരു മാരേജ് നടന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. യഥാർത്ഥത്തിൽ ഒരു കല്യാണം നടന്നു, പ്രവാചകന്റെ കല്യാണം കഴിഞ്ഞു. പിന്നെ മറ്റൊരു നിലയിൽ ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, ചിലർ പറയുന്നത് ഒരു പക്ഷെങ്കിൽ പ്രവാചകൻ കല്യാണം കഴിച്ച സമയത്ത് ഈ സ്ത്രീ എന്തോ ആയിരുന്നു? ഇന്നസെന്റ് ആയിരുന്നു. ഷീ വാസ് എ ഗുഡ് ലേഡി വെൻ ഹി മാരീഡ്. കല്യാണം കഴിച്ചപ്പോൾ താൻ പ്രശ്നമൊന്നും ചെയ്തില്ല, അവിശ്വസ്തത പുലർത്തി നടന്ന ഒരാളല്ല. പക്ഷെ കല്യാണം കഴിഞ്ഞ് കുറച്ച് വർഷം മുന്നോട്ട് ചെന്നപ്പോൾ എന്തോ ചെയ്തു? അവിശ്വസ്തത പുലർത്തി. അപ്പോൾ അവിശ്വസ്തത പുലർത്തി തന്നെ വിട്ടുപോയ തൻ്റെ ഭാര്യയെ താൻ ഈ പുസ്തകം എഴുതുമ്പോൾ തിരിഞ്ഞു നോക്കി ആ സംഭവിച്ചതും ദൈവത്തിൻ്റെ ഹിതമാണെന്നുള്ള നിലയിൽ പറഞ്ഞതാണെന്ന് വേറെ കുറച്ച് പേര് അഭിപ്രായപ്പെടുന്നു. അപ്പോൾ ആ അഭിപ്രായങ്ങളും ആ ഇൻ്റർപ്രിട്ടേഷനും അവിടെ നിൽക്കട്ടെ. എന്തോ ആണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഹോശേയ എന്ന് പറയുന്ന പ്രവാചകന്റെ കല്യാണം നടന്നു. കല്യാണം കഴിച്ച ഈ സ്ത്രീ തന്നോട് വിശ്വസ്തത പുലർത്തിയില്ല. ഇനിയും ഈ കല്യാണം കഴിഞ്ഞിട്ട്, കല്യാണം കഴിഞ്ഞാൽ പിന്നെ എന്തുവാ? കല്യാണം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയേണ്ടത് എന്തുവാണ്? വിശേഷം വല്ലതും ഉണ്ട്. കല്യാണം കഴിയുമ്പോൾ തന്നെ ചോദിച്ചു തുടങ്ങും. 2 മാസം 3 മാസം തൊട്ട് ആൾക്കാർക്ക് പിന്നെ വിശേഷമായോ എന്നറിയണം. ഇവിടെ പ്രവാചകന് വിശേഷമായി. പ്രവാചകൻ ആദ്യം ജനിക്കുന്നത് ഒരു മകൻ. ഈ മക്കൾ ജനിച്ചു കഴിയുമ്പോഴല്ല, ജനിക്കുന്നതിന് മുന്നേ തൊട്ട് തന്നെ പേര് നമ്മൾ സെറ്റ് ചെയ്യും. ആണാണെങ്കിൽ ഇന്നത്, പെണ്ണാണെങ്കിൽ ഇന്നത്. പേര് നമ്മുടെ മനസ്സിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയൊക്കെ മനസ്സിൽ കാണും. ഇവിടെ പ്രവാചകന്റെ ജീവിതത്തിലെ പ്രശ്നം എന്താ അറിയോ? പേരിടാനും ആരനുവദിക്കുന്നില്ല. ഭാര്യ തിരഞ്ഞെടുക്കുന്ന ചോയ്സും പ്രവാചകനില്ല. അത് കഴിഞ്ഞ് കുഞ്ഞ് ജനിച്ചപ്പോൾ കുഞ്ഞിന് പേര് നൽകാനും ചോയ്സ് പ്രവാചകനും ഭാര്യയ്ക്കില്ല. ദൈവം പേര് പറഞ്ഞു. എന്തുവാ പേര്? നോക്കിക്കേ, 4-ാമത്തെ വാക്യം, പേര് മാത്രം ഒന്ന് വായിക്കാമോ? യഹോവ അവനോട്, അവന് ഇസ്രായേൽ ദൈവം വിതയ്ക്കും. അവന് ഇസ്രായേൽ, ജസ്രിയേൽ, ദൈവം വിതയ്ക്കും.
അതിന്റെ അവസാനത്തെ ഭാഗത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഇസ്രായേൽ ഗ്രഹത്തിന്റെ രാജ്യത്വം ഇല്ലാതെയാക്കും. അപ്പൊ ഒന്നാമത്തെ മകന്റെ പേര് വിതയ്ക്കും. വിതയ്ക്കുമെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ചിതറിച്ച് ഇല്ലാതെയാക്കുമെന്നാണ് മകന്റെ പേര്. ഒന്നാമത്തെ മോന്റെ പേര് എന്തുവാ? നല്ല പേരും നല്ല അർത്ഥം. അപ്പൊ ഒന്നാമത്തെ മകന്റെ പേരിടലും കഴിഞ്ഞു, ഡെഡിക്കേഷനും കഴിഞ്ഞു എന്ന് വെക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാമതൊരു മകൾ ജനിക്കുക. മകളുടെ സമയത്തും പേരിടുന്നത് ദൈവമാണ്. പേര് മാത്രം ഒന്ന് നോക്കിക്കുക. 6-ാമത്തെ വാക്യം എന്തുവാണ് പേര്? ലോരുഹമ, അർത്ഥം കരുണ ലഭിക്കാത്തവൾ. കരുണ ലഭിക്കാത്തവൾ. സാധാരണഗതിയിൽ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ വിളിക്കുന്ന എന്തുവാ? അയ്യോ മോനെ, സ്നേഹത്തിന്റെ വാത്സല്യം അങ്ങ് കൂടി നമ്മൾ എന്തൊക്കെയാ വിളിക്കുന്നത്. അയ്യോ എന്തോ നിങ്ങൾ ലേഡീസിനായിരിക്കും കുറച്ചുകൂടെ പേര് പെട്ടെന്ന് വരുന്നത്. ഇങ്ങനെ നമ്മൾ വാത്സല്യം കൊണ്ട് വിളിക്കുന്ന എന്തൊക്കെ പേരുകളാ, ഒമ്മനിച്ച് വിളിക്കുന്ന, താലോലിച്ച് വിളിക്കുന്ന പേരുകൾ. പക്ഷെ ഇവിടുത്തെ പേര് കണ്ടോ? യു വിൽ നോട്ട് ഗെറ്റ് മൈ ലവ്. നിനക്ക് സ്നേഹം കിട്ടത്തില്ല. ഒന്ന് ഓർത്ത് നോക്കിക്കേ. സ്വന്തം അപ്പൻ ജനിച്ച മോൾക്ക്, സത്യം പറഞ്ഞ അപ്പന്മാർക്ക് കൂടുതൽ സ്നേഹം ആരോടാ? പെൺമക്കളുള്ള അപ്പന്മാരൊക്കെ ഇവിടെ ഇല്ലയോ? ഭയങ്കര വാത്സല്യ, ഭയങ്കര സ്നേഹമാ. പക്ഷെ ഈ അപ്പൻ പ്രവാചകൻ വിളിക്കുന്നത് നോ ലവ്, എന്റെ സ്നേഹം കിട്ടാത്തവൾ. അത് കഴിഞ്ഞിട്ട് മൂന്നാമത് ഒരു മകൻ ജനിക്കുക. 9-ാമത്തെ വാക്യം. മകന്റെ പേര് നോക്കിക്കേ. ലോ അമ്മി, എന്റെ ജനമല്ല. മൂന്നാമത് ജനിച്ച മകനിട്ട പേര് എന്റെ ജനമല്ല എന്നർത്ഥം വരുന്നു. ലോ. ഇനി നിങ്ങൾ പേരെന്തൊക്കെയായിരുന്നു? ഒന്നെന്തുവായിരുന്നു? ജസ്രിയേൽ, ദൈവം വിതയ്ക്കും, ദേശത്തെ ചിതറിപ്പിച്ച് കളയ, രാജ്യം ഇല്ലാതാകും. രണ്ടാമത്തെ പേര് ലോ റുഹമ്മ, സ്നേഹം ലഭിക്കാത്തവൾ. മൂന്നാമത്തെ പേര് ലോ എന്റേതല്ല. ഈ എന്റേതല്ലെന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ചരിത്രം നിങ്ങൾ ചിന്തിക്കണം, എന്നോടൊപ്പം ചിന്തിക്കണം. ഇന്ന് വലിയ ടെക്നിക്കൽ കാര്യങ്ങളൊന്നും ഇവിടെ ഞാൻ പറയുന്നില്ല. എല്ലാവരും എന്നോടൊപ്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എല്ലാവർക്കും മനസ്സിലാകുന്ന സിമ്പിളായിട്ടൊരു മെസ്സേജാണ് ഞാൻ പറയുന്നത്. ഭാര്യയെ പറ്റി ഓൾറെഡി പറഞ്ഞിരുന്നു. അവളെ എന്തോ ചെയ്തവളാ? അവിശ്വസ്തത പുലർത്തിയവളാ. അങ്ങനെ അവിശ്വസ്തത പുലർത്തുന്ന ഭാര്യ ഉള്ള പ്രവാചകൻ മൂന്നാമത്തെ മകന് ലോ അമ്മി എന്ന് പേരിട്ടാൽ അതിന്റെ അർത്ഥം എന്തുമായിരിക്കും? നിങ്ങൾ ഇപ്പൊ വായിച്ച 3 വാക്യങ്ങൾ ഒരുമിച്ച് ഒന്ന് വായിക്കണം. നോക്കിക്കേ. 1-ാം അധ്യായത്തിന്റെ വായിക്കുന്ന ഒരാൾ വായിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. 1-ാം അധ്യായത്തിന്റെ 3, 6, 8 3 വാക്യങ്ങളൊന്ന് വായിച്ചേ. അങ്ങനെ അവൻ ചെന്ന് ദിബ്ലയീമിന്റെ മകളായ ഗോമരിനെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് അവന് ഒരു മകനെ പ്രസവിച്ചു. അവൾ ഗർഭം ധരിച്ച് അവൻ ഒരു മകനെ പ്രസവിച്ചു. അടുത്ത 6-ാം വാക്യം. അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകളെ പ്രസവിച്ചു. ഇനി 8-ാമത്തെ വാക്യം. അവൾ ലോരുഹമയെ മുലകുടി മാറ്റിയ ശേഷം ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഒരു മകനെ പ്രസവിച്ചു. ഈ 3 വാക്യം വായിച്ചതിൽ എത്ര പേര് ശ്രദ്ധിച്ചെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ എടുത്തു പറയുമ്പോൾ എനിക്കത് മനസ്സിലാവും. ഇതിനകത്തില് 3-ാമത്തെ വാക്യത്തിലുണ്ട്, പക്ഷേ അടുത്ത 2 വാക്യത്തിൽ ഇല്ലാത്തൊരു പ്രയോഗമുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണം. 3-ാം വാക്യത്തിൽ പറഞ്ഞത് അവൾ, അതായത് ഗോമർ ഗർഭം ധരിച്ച് അവനൊരു മകൻ. ആർക്ക്? പ്രവാചകനൊരു മകൻ, ഹോശേയയ്ക്കൊരു മകൻ. പക്ഷെ 6-ാമത്തെയും 8-ാമത്തെയും വാക്യങ്ങളിൽ അവൻ എന്നുള്ള പ്രയോഗം ഇല്ല. കണ്ടായിരുന്നോ? നിങ്ങളൊന്ന് ചിന്തിച്ചേ. പ്രവാചകനായിരിക്കുന്ന ഹോശേയ വർഷം മുന്നോട്ട് ചെന്ന് തിരിഞ്ഞ് സംഭവം ഓർത്തിട്ട് എഴുതുമ്പോ 1-ാമത്തെ മകൻ എഴുതി അവന് എന്ന് പറഞ്ഞാൽ എനിക്കുണ്ടായ മകനാ. 2ഉം 3നും അവനെന്ന് എഴുതിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഈ പ്രവാചകന് തന്നെ എന്തോ ഉണ്ട്, സ്വന്തം ഭാര്യയിൽ സംശയമുണ്ട്. ഈ ജനിച്ച മക്കൾ എൻ്റേതല്ല, അവൾ പല പുരുഷന്മാരുടെ പുറകെ നടന്ന് അങ്ങനെ അവൾ ജനനം നൽകിയതാണ് ഈ 2 മക്കളെന്ന് ആർക്കറിയാം? ഇനി നിങ്ങൾ എന്നോടൊപ്പം പ്രവാചകന്റെ വീട്ടിലേക്കൊന്ന് വന്നേ.
ഒരു നിമിഷം എല്ലാവരും ഒന്ന് ചിന്തിച്ചേ. ദൈവം സംസാരിച്ചിട്ട് അതേപോലെ ചെയ്ത പ്രവാചകന്റെ ജീവിതം നിങ്ങളൊന്ന് നോക്ക. വീട്ടിലെ വീട്ടുകാരൻ, ഗൃഹനാഥൻ ആരാ? പ്രൊഫറ്റ്. ആ ദേശത്തിലെ പ്രവാചകനാ. പക്ഷെ ഭാര്യയോ പ്രോസ്റ്റിറ്റ്യൂട്ട്, വേശ്യ. മക്കളോ പേര് പറഞ്ഞാൽ തന്നെ ഭീതി ഉളവാകുന്ന പോലത്തെ പേരുകൾ. വീട്ടിലൊക്കെ പ്രവാചകൻ മക്കളെ വിളിക്കുന്ന രംഗം നിങ്ങളൊന്ന് ചിന്തിച്ചേ. വാത്സല്യം തുളുമ്പുന്ന പേരുകളല്ല. ജസ്രിയലെ മോനെ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് ന്യായവിധി വരട്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ലോ അമ്മി എന്ന് വിളിച്ചാൽ നീ എൻ്റേതല്ലെന്ന് ആ കൊച്ചിനെ വിളിക്കുന്ന ആ രംഗം നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഒരു പ്രഭാഷകൻ ഭാവനയിൽ പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ ഇതിനോട് ചേർത്ത് വെക്കാം. വെള്ളിയാഴ്ച രാവിലെ ഉപവാസ പ്രാർത്ഥന ഹോശേയയാണ് പ്രസംഗിക്കുന്നത്. ദേശത്തുള്ള ജനം പ്രവാചകന്റെ ദൂത് കേൾക്കാൻ ആലയത്തിലേക്ക് പോകുന്ന വഴിക്ക് അവരുടെ പട്ടണത്തിൽ വലിയൊരു നീണ്ട നിര, വലിയ ക്യൂ. പ്രാർത്ഥനയ്ക്ക് പോകുവാണേലും പോകുന്നവർ നിന്നിട്ട് ഈ കാണുന്ന ജനത്തിൽ ഒരാളെ വിളിച്ച്, എന്താ ഇത്ര ഇവിടെ തിരക്ക്, എന്തിനാ ആൾക്കാർ നിൽക്കുന്നത്? ഈ പ്രാർത്ഥനയ്ക്ക് പോകുന്ന വിശ്വാസികളോട് അവിടെ നിൽക്കുന്നവൻ പറഞ്ഞു, നിങ്ങളെങ്ങോട്ടാ? ഹോശേയാവിൻ്റെ അങ്ങോട്ടായിരിക്കും. അതെ, എന്നാലേ പ്രവാചകനോട് പറഞ്ഞേക്ക്, പ്രവാചകന്റെ ഭാര്യയെ വാങ്ങാൻ വേണ്ടി ഇവിടെ നിൽക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ ഞാൻ അവളെ പൈസക്ക് വാങ്ങിച്ചു, കൊതി തീരാഞ്ഞിട്ട് ഇന്നും ഞാൻ വാങ്ങാൻ നിൽക്കുന്ന ആ ലൈനാ ഇതെന്ന് പറഞ്ഞേക്കാൻ പറയും. പ്രാർത്ഥനയ്ക്ക് ചെന്നു. പ്രവാചകൻ എഴുന്നേറ്റ് ദൂത് തുടങ്ങി. ഹോശേയ പ്രവാചകന്റെ ദൂതുകൾ ഞാൻ വായിക്കുന്നില്ല, ഞാൻ ഒരു വട്ടം ഇവിടെ പറഞ്ഞതാ. പ്രവാചകന്റെ പ്രധാനപ്പെട്ട ദൂത്, മെയിൻ മെസ്സേജ്, ജനമെല്ലാം കഠിന പരസംഗം ചെയ്തിരിക്കുന്നു. പരസംഗത്തിന്റെ ഒരു ആത്മാവ് നിന്നെ പിടിച്ചിരിക്കുന്നു എന്നൊക്കെ പ്രവാചകൻ പ്രവചിച്ചപ്പോ കൂട്ടത്തിൽ ഒരാളങ്ങ് എഴുന്നേറ്റു, പ്രവാചക, എനിക്കല്ല, ഞങ്ങൾക്കല്ല ഈ ആത്മാവ് പിടിച്ചത്, നിന്റെ ഭാര്യയ്ക്കാണ്. ആദ്യം നീ വീട്ടിൽ പോയി പ്രസംഗിച്ചിട്ട് വാന്ന് പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം? പ്രസംഗം കഴിഞ്ഞു, ജനവും പോയി കഴിയുമ്പോൾ പ്രവാചകൻ രാത്രിയിൽ അന്വേഷിച്ചിറങ്ങുക. എങ്ങോട്ടാണെന്നറിയാമോ? വേശ്യാലയങ്ങൾ തേടി തൻ്റെ ഭാര്യ ഉണ്ടോയെന്ന് നോക്കി പോവാ. 3-ാം അധ്യായം നമുക്കറിയാവുന്ന കാര്യമല്ലേ. 3-ാം അധ്യായത്തിൽ ഒരിടത്ത് അവളെ കണ്ടെത്തിയപ്പം പൈസ കൊടുത്ത് സ്വന്തം ഭാര്യയെ വാങ്ങിച്ചോണ്ട് വരുന്ന പ്രവാചകൻ. എന്തോ ഞാൻ പറഞ്ഞു വരുന്നേ? അനുസരിച്ച പ്രവാചകന്റെ ജീവിതം തകർന്നു പോകുന്ന ഒരു പിക്ചർ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിക്കുക. ദി ലൈഫ് ഓഫ് ദ പ്രൊഫറ്റ് ദാറ്റ് ഈസ് ഷാറ്റേർഡ്. പൂർണ്ണമായി തകർന്നു പോയ ഒരു പ്രവാചകന്റെ ജീവിതം. 1-2 വാക്യത്തിൽ നീ ചെന്ന് പരസംഗം ചെയ്യുന്ന സ്ത്രീ എടുക്കുക. 3-ാം വാക്യത്തിൽ യെസ് ലോർഡ് ഞാൻ ചെയ്യാം, അങ്ങനെ പോയി ചെയ്ത പ്രവാചകൻ. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടവരുടെ ഉള്ളിലുണ്ടാകുന്ന ചോദ്യം, വൈ, എന്തുകൊണ്ടാണ് ദൈവമേ ഇങ്ങനെ പ്രവാചകനോട് പറഞ്ഞു? എന്നാലും ദൈവം പ്രവാചകനോട് ഇങ്ങനെ പറയണോ? എന്തിനാണ് ഈ പ്രവാചകന്റെ ജീവിതത്തെ ദൈവം തകർത്ത് കളഞ്ഞേ? ഈ ചോദ്യം നമ്മുടെ മനസ്സിലിരിക്കുമ്പോൾ തന്നെ സത്യത്തിൽ ആ ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടെത്തുന്നതിനു മുന്നേ നാം ചോദിക്കേണ്ട മറ്റൊരു ചോദ്യമുണ്ട്.
അതാരോടാ ചോദിക്കേണ്ടതെന്നറിയോ? ഗോമറിനോടല്ല, ഹോശേയ എന്ന് പറഞ്ഞ ഈ പ്രവാചകനോട് ചോദിക്കണം. എന്തോ ചോദിക്കേണ്ടതെന്നറിയോ? പ്രവാചക, ദൈവം പറഞ്ഞു ശരിയാ, പക്ഷെ നിനക്കെങ്ങനെ ആ സ്ത്രീയെ സ്നേഹിക്കാൻ പറ്റി? പ്രവാചക, അവൾ അവിശ്വസ്തത പുലർത്തിയെന്ന് അറിഞ്ഞിട്ടും നിനക്കെങ്ങനെ ആ സ്ത്രീയോടൊപ്പം ജീവിക്കാൻ പറ്റി? ദൈവം എന്തോ ആഗ്രഹിച്ചെന്നറിയോ? ഈ പ്രവാചകനും ഭാര്യയും കൂടെ ജനത്തിന്റെ നടുവിൽ ജീവിക്കുമ്പോൾ ജനം കാണണം. എന്തോ കാണണമെന്നറിയോ? ഇസ്രായേൽ അവരെ കാണേണ്ടത് ഈ പരസംഗം ചെയ്ത ഗോമറിന്റെ സ്ഥാനത്താ. ദൈവത്തിന്റെ അർഹിക്കാത്തവരെ സ്നേഹിച്ച ദൈവത്തിന്റെ മാതൃക ഈ പ്രവാചകനിൽ കാണണം. ആവർത്തന പുസ്തകത്തിലെ വാക്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല. നിങ്ങളെ തെരഞ്ഞെടുത്തത് നിങ്ങൾ സംഖ്യയിൽ പെരുപ്പമുള്ളവരായതുകൊണ്ടല്ല, നിങ്ങൾ വലിയവരായതുകൊണ്ടല്ല, നിങ്ങൾ ചെറിയൊരു കൂട്ടമായിരിക്കുമ്പോഴും ദൈവസ്നേഹത്തിന് അർഹതയില്ലാതിരുന്നപ്പോഴും തേടി വന്ന ഒരു ദൈവസ്നേഹത്തെ കാണണം. പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ ഇത് തന്നെയല്ലേ? ഈ ഹോശേയ എന്തോ പ്രവാചകൻ പോയി എടുത്തു എന്നൊക്കെ പറയുമ്പോൾ, ഞാനിതിന് മുൻപത്തെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പുത്രൻ ഇറങ്ങി വന്നു മനുഷ്യനായിട്ട്. ആരെയാ തെരഞ്ഞു പോയെന്നറിയാമോ? മിടുക്കന്മാരെയല്ല, പാപികളെ തിരഞ്ഞു രക്ഷിപ്പാൻ സ്വർഗത്തിൽ നിന്ന് ദൈവപുത്രൻ വന്നത് നമ്മൾ ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. വാക്യങ്ങൾ അനവധിയുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പാപത്തിൽ ജീവിച്ച, ദൈവത്തിൽ നിന്ന് ബഹുദൂരം പോയ, മനുഷ്യനെ തേടി വന്ന, എന്നെ തേടി വന്ന ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ്. പൗലോസ് തന്നെ പറയുന്നത്, ലോകപ്രകാരം നോക്കിയാൽ ജ്ഞാനികളേറെയില്ല. ഈ ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ, ബലഹീനമായതിനെ തെരഞ്ഞെടുത്ത കൂട്ടത്തിലല്ലേ നമ്മളെയും ദൈവം ഇതിൻ്റെ ഭാഗമാക്കിയത്? The search of God, the election of God, the undeserving love that flowed into our life. നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ സ്നേഹം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം എന്തിനാ പ്രവാചകനോട് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുന്നതിന് മുന്നേ പ്രവാചകൻ നമുക്ക് നൽകുന്ന സന്ദേശം, just like God loved. ഈ ഇസ്രായേലിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ ചരിത്രം ഞാനിപ്പം വിവരിക്കാൻ സമയമെടുക്കുന്നില്ല. ദൈവം അവരെ തിരഞ്ഞെടുത്ത് വാഗ്ദത്ത ദേശത്തിലാക്കി, എന്നിട്ടും അന്യ ദൈവങ്ങളെ തേടി, വിഗ്രഹങ്ങളെ തേടി, സാമ്പത്തിക നന്മകൾക്ക് വേണ്ടി ബഹുദൂരം പോയ ജനത്തോടൊരു സന്ദേശമാണ്: നിങ്ങൾ പരസംഗം ചെയ്യുമ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നൊരു ദൈവം. അത് സുവിശേഷവുമായിട്ട് നമുക്ക് ബന്ധിപ്പിച്ച് മനസ്സിലാക്കാൻ ഞാൻ ആ ഭാഗം അവിടെ വിട്ടിട്ട്, ഇന്ന് എനിക്ക് നിങ്ങളോട് പ്രധാനമായിട്ടും പറയാനുള്ളത്, ആദ്യമേ നമ്മുടെ മനസ്സിൽ വന്ന ആ ചോദ്യത്തിനുള്ള മറുപടിയാണ്. സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു ചരിത്രം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ചോദ്യം, why did God do this? Why did God say like this? എന്തിനാണ് ദൈവമേ അവിടുന്ന് ഇങ്ങനെ ചെയ്തത്? എല്ലാവരും എന്നോടൊപ്പം ഉണ്ടോ? ഇനിയും പറയുന്ന കാര്യമാണ് ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ദൈവം എന്തുകൊണ്ട് പ്രവാചകന്റെ ജീവിതത്തെ തകർത്ത് കളഞ്ഞു? നേരിട്ടുള്ള ഉത്തരങ്ങൾ ഒന്നും നമുക്കിവിടെ കാണാൻ പറ്റത്തില്ല, നേരിട്ട് ഉത്തരങ്ങളൊന്നുമില്ല. പക്ഷെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ചും ഒരു 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച്, അപ്പോഴത്തേക്ക് സമയം അവസാനിക്കും, ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താം. 3 things. എന്തിനാണ് ഇത്രയും വേദന പ്രവാചകന്? 3 ഉത്തരങ്ങൾ ശ്രദ്ധിക്കുക. ഈ പ്രവചന പുസ്തകത്തിൽ ഇവിടെ നടക്കുന്ന കാര്യത്തെ പറയുന്ന വേദപണ്ഡിതാക്കന്മാർ ഇതിനെ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, ഒരു പേരുണ്ട്. അതിങ്ങനെയാണ്: പ്രൊഫറ്റിക് സിംബോളിക് ആക്ഷൻസ്. പ്രാവചനികമായ ക്രിയകൾ. അർത്ഥം, സാധാരണഗതിയിൽ പ്രവാചകൻ എന്ന് പറയുമ്പോൾ പ്രവാചകൻ നിന്നിട്ട്
ദൂത് പറയും. എങ്ങനെയാ ദൂത് പറയുന്നത്? ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു തുടങ്ങി മെസ്സേജ് പറയാ, വോക്കലായിട്ട് പറയാ. പക്ഷെ ഈ പ്രൊഫറ്റിക് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നേരിട്ട് ദൂത് പറയുന്നതിന് പകരം പ്രവാചകൻ എന്തോ ചെയ്യും? ആ മെസ്സേജിനെ അവരുടെ മുമ്പിൽ ആക്ട് ചെയ്ത് കാണിക്കും. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കുശവന്റെ അടുത്ത് ചെന്ന കളിമണ്ണ് കുഴച്ചുണ്ടാക്കുന്ന ആ ഭാഗം നമ്മൾ ചിന്തിച്ചു. അപ്പോൾ അതിനകത്ത് തന്നെ വായിച്ചൊരു ഭാഗമുണ്ട്, ഈ കളിമണ്ണ് എടുത്ത് നിലത്തിട്ട് പൊട്ടിക്കും. അപ്പോൾ അത് നിലത്തിട്ട് പൊട്ടിക്കുമ്പോൾ ജനം എന്തോ മനസ്സിലാക്കണം, ഗോഡ് ഈസ് ഗോയിങ് ടു ഡു ദാറ്റ്. ഈ എസെക്കിയേൽ പ്രവചന പുസ്തകമാണ്. ഇതിനകത്തിൽ ഭയങ്കര നമുക്ക് തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്ത പോലത്തെ പ്രൊഫറ്റിക് ആക്ഷൻ ഉള്ള ഒരു പുസ്തകമാണ് എസെക്കിയേൽ. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരിക്കൽ ദൈവം പറഞ്ഞു, പ്രവാചകനും താടിയും മുടിയും വടിച്ചിട്ട് അത് 3 വിഭജിക്കണം, എന്നിട്ട് കുറച്ച് കത്തിക്കണം, കുറച്ച് കാറ്റിപ്പറത്തണം, കുറച്ച് വായിച്ചിട്ടുണ്ടോ? അപ്പൊ ഇങ്ങനെ വിയേർഡെന്ന് നമുക്ക് തോന്നുന്ന പോലത്തെ പല പ്രൊഫറ്റിക് ആക്ഷൻസ് ഉണ്ട്. പക്ഷെ അതിലെല്ലാം ഈ പറഞ്ഞാൽ നമ്മളെ തന്നെ വേദനിപ്പിക്കുന്ന പോലത്തെ ഒരു പ്രൊഫറ്റിക് ആക്ഷനാണ്. എന്താ ഇവിടെ സംഭവിക്കുന്ന അറിയോ? ദൈവം ചെയ്യാൻ ആഗ്രഹിച്ചത് ഈ തകർന്ന പ്രവാചകന്റെ ജീവിതം ജനത്തോടുള്ള ഒരു സന്ദേശമാണ്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ? എന്തിനാ പ്രവാചകന്റെ ജീവിതം തകർത്തത്? പ്രവാചകന്റെ ജീവിതം തകർത്തത്, ആ തകർന്ന ജീവിതം എന്തോ ആവണം, സന്ദേശമായി മാറണം. പറഞ്ഞു വരുന്നത്, ഈ ഹോശേയ എന്ന് പറഞ്ഞ പ്രവാചകനെ വിളിക്കുമ്പോ കേവലം പ്രവചനം മാത്രമല്ല, തൻ്റെ വിളിയിൽ തൻ്റെ കുടുംബവുമുണ്ട്, തൻ്റെ കല്യാണവുമുണ്ട്, തൻ്റെ മക്കളുമുണ്ട്. ഈ പ്രവാചകൻ തന്നെ ഒരു സന്ദേശമായിട്ട് മാറണം. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞു. നിങ്ങൾ ചിന്തിച്ചേ, നമ്മൾ പറഞ്ഞ കുടുംബത്തിൻ്റെ ചരിത്രം ഓർമ്മയിലുണ്ടല്ലോ. ഹോശേയയുടെ അടുത്ത് താമസിക്കുന്ന വീട്ടുകാർ, അങ്ങനെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. മക്കൾ 3 പേര്. മക്കൾ പുറത്തു പോയി. പ്രവാചകൻ വാതുക്കെ നിന്നിട്ട് വിളിക്കുക, മോനെ ഇസ്രായേലേ എന്ന് വിളിക്കുമ്പോ ഈ വിളി കേട്ട ജനത്തിനല്ല എന്തോ മനസ്സിലായി, ദൂത് മനസ്സിലായി. ലോ അമ്മി എന്ന് പറയുന്ന മകൻ പുറത്തു പോയി. ആ മകനെ കാണുമ്പോ ജനത്തിന് എന്തോ മനസ്സിലാവും. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ? Their life began to communicate a message. ഈ സന്ദേശം കേവലം വാക്കുകളിലല്ല, അത് അവരുടെ ജീവിതമായിട്ട് മാറി. അപ്പോൾ പറഞ്ഞു വരുന്ന ഒന്നാമത്തെ കാര്യം, why pain in the life of the prophet? പ്രവാചകന്റെ ജീവിതത്തിൽ എന്താ വേദന? പ്രവാചകന്റെ ജീവിതത്തിലെ വേദന ഈ സന്ദേശം താൻ ഉൾക്കൊണ്ടുകൊണ്ട് സന്ദേശത്തെ തൻ്റെ ജീവിതം കൊണ്ട് പറയുന്നത് കൊണ്ടാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രവാചകനും ആ കുടുംബം അവിടെ വെച്ചിട്ട് പുതിയ നിയമത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ ഈ പറഞ്ഞ കാര്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നമ്മൾ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളുണ്ടല്ലോ, ഞാനാണ് ഇന്ന് പ്രസംഗിക്കുന്നത്. പ്രസംഗം ആര് പ്രസംഗിച്ചാലും സുവിശേഷം ദൈവത്തിന് ജനത്തെ രൂപാന്തരപ്പെടുത്താൻ പറ്റുമെന്നൊക്കെ നമ്മൾ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങൾ പുറത്തുള്ള പലരും മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ കൂടെയാണ്. ഞാനത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഉദാഹരണം, സാധാരണ നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ ഉദാഹരണമായിട്ട് എടുക്കാം. ഫോർ എക്സാമ്പിൾ, സാധാരണ പ്രസംഗിക്കുന്നതിന് മുന്നോ അല്ലെ പ്രസംഗി തന്നെ ഞങ്ങൾ തന്നെ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. പോസ്റ്റ്മാൻ ലെറ്ററുമായിട്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ജസ്റ്റ് ലൈക്ക് എ പോസ്റ്റ്മാൻ ഡെലിവറിങ് ദ ലെറ്റർ. ഞങ്ങൾ പോസ്റ്റ്മാനെ പോലെ ഇവിടെ നിന്ന് എന്തോ നൽകുന്നേ ഉള്ളൂ. ചിലപ്പോൾ നമ്മൾ പറയും മൈക്ക്, നിങ്ങൾ കണ്ടിട്ടില്ലേ? മൈക്കിൽ കൂടെ പ്രസംഗി സംസാരിക്കുന്നത് പോലെ മൈക്ക് എന്തോ ആണ്. വി ആർ ജസ്റ്റ് ലൈക്ക് ദ മൈക്ക്.
വി ആർ ജസ്റ്റ് ലൈക്ക് ദ പോസ്റ്റ്മാൻ. ഈ എക്സാമ്പിൾ തെറ്റാണോ? തെറ്റല്ല. പക്ഷെ ആ എക്സാമ്പിളിൽ ഞങ്ങൾ ഉദ്ദേശിച്ചത് സന്ദേശത്തെ ഉണ്ടാക്കുന്നത് നമ്മളല്ല. സന്ദേശം മാറ്റാൻ അധികാരം ഞങ്ങൾക്കില്ല. പക്ഷേ ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഈ ഒരു മൈക്രോഫോൺ പറയുന്നത് പോലെ, പോസ്റ്റ്മാൻ കൊണ്ട് കൊടുക്കുന്നത് പോലെ സുവിശേഷം പറയാൻ പറ്റത്തില്ല. പരസ്യമായിട്ട് എന്ന് പറയാം, സുവിശേഷം ജീവിതത്തെ മാറ്റും. ജനം കൈയടിച്ചു, അവിടെ ഇരുന്നവരൊക്കെ കൈയടിച്ചു, ഞാനും ആവേശം, നമ്മളങ്ങ് ചാർജ് ആകുക. പോയ ഒരാൾ ചോദിച്ചു, ബ്രദർ മാറിയോ? ബ്രദറിന്റെ കൂടെയുള്ളവര് മാറിയോ ബ്രദറെ? ഈ പ്രസംഗം കേട്ടിട്ട് ഒരാൾ ഈ കൂട്ടത്തിൽ വന്നായിരുന്നെങ്കിൽ എന്തോ ആയിരുന്നേനെ സ്ഥിതി. അസമാധാനമുള്ള കുടുംബങ്ങളുണ്ടോ? പിന്നെ ഉണ്ട്. യേശു സമാധാനം. പ്രസംഗിക്കുന്ന അച്ചായന്റെ വീട്ടിൽ സമാധാനമാണോ? പ്രസംഗിക്കുന്ന എൻ്റെ വീട്ടിൽ സമാധാനം? പറഞ്ഞു വരുന്നത് മനസ്സിലാവുന്നുണ്ടോ? ലൈഫ് മസ്റ്റ് ചേഞ്ച് ഫസ്റ്റ്. ജീവിതം മാറാതെ നടത്തുന്ന പ്രഖ്യാപനങ്ങൾ ഫലം കൊണ്ടാവത്തില്ല. അത് പലർക്കും ഇടർച്ചയ്ക്ക് കാരണമാകുകയാണെന്ന് തിരിച്ചറിയണം. രണ്ട് കൂട്ടം ആൾക്കാരേ ഉള്ളൂ, രണ്ട് കൂട്ടം. ഒന്നെങ്കിൽ യു ആർ കോൺട്രിബ്യൂട്ടിംഗ് ടു ദ കോസ് ഓഫ് ദ ഗോസ്പൽ. സുവിശേഷത്തിന്റെ വ്യാപനത്തിന് നിങ്ങൾ കൂട്ടാളികളാകുക. പ്രസംഗിക്കുക പോലും ഇല്ലായിരിക്കും, പക്ഷെ നിങ്ങളുടെ ജീവിതം അതിൻ്റെ പങ്കാളികളാകും. മറ്റേ കൂട്ടം എന്താണെന്നറിയോ? യു ആർ ബിക്കമിങ് ആൻ ഹിൻഡറൻസ്. സുവിശേഷത്തിന്റെ വ്യാപനത്തിന് തടസ്സമായിട്ട് ജീവിതം മാറുന്ന അനുഭവം ഉണ്ടാകാം. Several people have become a disgrace to the gospel. സുവിശേഷത്തിന് അപമാനമായി പലരും തീരുന്നു. ഷെയിംഫുൾ, പരസ്യ നിന്ദയായി മാറുമ്പോൾ. ഞാൻ ഈ വർഷത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞ സന്ദേശത്തിന്റെ ഇടയിൽ പറഞ്ഞൊരു കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുക. മതിലുകൾ എന്തോ സംഭവിച്ചിരിക്കുക, ഇടിഞ്ഞു കിടക്കുക. ഈ ഇടിവ് എങ്ങനെ ഉണ്ടായത്? വഴിവിട്ട ക്രമം കെട്ട ജീവിതമാണ്. പാപത്തിൽ ജനം ജീവിച്ചതാ. അവസാനം പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞത്, ഇടിവി ഞാൻ നിൽക്കാം. എങ്ങനെയാ നിങ്ങൾ നിൽക്കുന്നത്? ഇടിവി നിൽക്കുന്നത് ഞാൻ ശരിക്കും ഒന്ന് ജീവിച്ചാൽ പൗതി ഇടിവ്, എല്ലാവരും പോക്കാം, ഞാനും പിന്നെന്തിനാന്നുള്ള നിലയിൽ പോയാൽ ഈ ഇടിവ് വലുതായിക്കൊണ്ടിരിക്കുക. മിക്കയിടത്തും അതാ സംഭവിക്കുന്നേ. സുവിശേഷത്തിന് അപമാനമായി തീരുന്ന ഒന്നും നമ്മളിൽ ഒരു കുടുംബങ്ങളിലും ഒരു ദൈവദാസന്മാരിലും ഉണ്ടാകാതിരിക്കാൻ എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ പോരാടേണ്ടത് ആവശ്യമാണ്. I mean to say, internalize the message, embody the message. ഇത് പറഞ്ഞു വരുമ്പം എൻ്റെ മറ്റേ സൈഡിലൂടെ ഞാൻ പറയാം. അങ്ങനെയാണെങ്കിൽ ആർക്ക് പ്രസംഗിക്കാൻ പറ്റും? ടോംസ് എല്ലാം തികഞ്ഞിട്ടാണോ? അല്ല, ഞാൻ തികഞ്ഞിട്ടല്ല. ഇതൊരു വർഷത്തിൻ്റെ ആരംഭമല്ലേ. കർത്താവേ, ഞങ്ങൾക്ക് കൃപ ആവശ്യമാണെന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലേ? നമുക്ക് മക്കൾ പല സ്ഥലങ്ങളിൽ ഇവിടെ ഉള്ളവരുണ്ട്, പഠിക്കാൻ പോകുന്നതുണ്ട്, സ്കൂള്, കോളേജ്. വി നീഡ് ടു പ്രേ. ഇത് സ്വന്തം കഴിവിൽ കഴിയുന്ന കാര്യമല്ല. കർത്താവെ, ഞങ്ങളോട് ഇടപെടുമ്പോൾ പൗലോസ് പറയുന്നത്, നശിച്ചു പോകുന്നവരുടെ ഇടയിലും രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയായി ഞങ്ങളെ തീർക്കുന്ന ദൈവത്തിന് സ്തോത്രമെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? കർത്താവ് നമുക്ക് അങ്ങനെ നിൽപ്പാൻ കൃപ പകരണം. അപ്പൊ ചോദ്യം എത്രയേ ഉള്ളൂ? ഈസ് ദർ എ പ്രോഗ്രസ്? അവനിപ്പോൾ ബെന്തിക്കോസിലൊക്കെയാ, പക്ഷേ ഈ കാര്യമായ മാറ്റമൊന്നും ഇല്ലെന്നുള്ള ഒരു ഇവാലുവേഷൻ ആണോ? ഇവൻ പണ്ടത്തെ പോലല്ല, ഇവൻ ആള് മാറിയെന്ന് ജനം സാക്ഷ്യം പറയും. ദാറ്റ് ഞാൻ പറഞ്ഞു വരുന്ന ഒന്നാമത്തെ കാര്യം, പ്രവാചകന്റെ ജീവിതത്തിന്റെ തകർച്ചയുടെ കാരണം, പ്രവാചകന്റെ ജീവിതത്തെ ദൈവം തകർത്ത
അതിനകത്തത് ഈ തകർച്ചയിൽ കൂടെ പുറത്തു വരുന്ന ഒരു സന്ദേശമുണ്ട്. അത് നമ്മൾ പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞത്, വി ആർ നോട്ട് ജസ്റ്റ് കോൾഡ് ടു ബി ദ മീഡിയം. കേവലം സുവിശേഷത്തെ പറയാൻ പുറത്തേക്ക് അയക്കാനുള്ള മീഡിയം മാത്രമല്ല, അതിൻ്റെ കണ്ടന്റും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെളിപ്പെടണം. അതാണ് ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാരണം, എന്തുകൊണ്ടാണ് പ്രവാചകൻ ഇങ്ങനെ സംഭവിച്ചത്? ആ വാക്യം, രണ്ടാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കണം. 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. യഹോവ ഹോശയ മുഖാന്തരം സംസാരിച്ചു തുടങ്ങിയപ്പോൾ യഹോവ ഹോശയോട്, നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയെയും പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്ക. ദേശം യഹോവയെ വിട്ടുമാറി കഠിന പരസംഗം ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് കൽപ്പിച്ചു. ആ കമാൻഡ്, ആ ദൈവാലോചന പറഞ്ഞ് അതിൻ്റെ കൂടെ പറയുന്നത്, നീ പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്കുക. ഉടനെ പറയുന്നത്, ദേശം യഹോവയെ വിട്ട് കഠിന പരസംഗം ചെയ്തിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഫോർ ലൈക്ക് ആൻ അഡൾട്രസ് വൈഫ് എന്ന് പറഞ്ഞാൽ, നീ ഇങ്ങനെ എടുക്കണം, നീ ഇങ്ങനെ പരസംഗം ചെയ്യുന്ന ഒരാളെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അടുത്ത് തന്നെ പറയുന്നത് ദേശം പരസംഗം ചെയ്തു. അതിൻ്റെ അർത്ഥം പ്രവാചകന് ഇങ്ങനെ ഒരു തകർച്ച ഉണ്ടായതിൻ്റെ കാരണമായിട്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദേശം എന്തോ ചെയ്തു, ദൈവത്തെ വിട്ടുപോയി. അതിൻ്റെ പശ്ചാത്തലം ഞാൻ മുമ്പേ പറഞ്ഞതല്ല, അന്യ ദൈവങ്ങളെ ആരാധിക്കാൻ പോയ മറ്റ് കൂടെയുള്ള ജാതികളോട് ഇടകലർന്ന്, നമ്മളിതൊക്കെ 7-ാം അധ്യായത്തിലൊക്കെ കാണുന്നുണ്ട്. എഫ്രൈം വിഗ്രഹങ്ങളോട് ചേർന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ ഇതിനോട് ചേർന്ന് കിടക്കുന്ന, ഇടകലർന്ന ജാതികളോട് ചേർന്നു പോയ ആ ജനത്തിൻ്റെ നടുവിൽ ദൈവം പ്രവാചകൻ ഇങ്ങനെ വേദന അനുവദിച്ചത്, ജനത്തിൻ്റെ പാപം പ്രവാചകൻ എന്തോ ആകണം, വേദനയാവണം. പാപത്തിൽ ജനം ജീവിക്കുമ്പോൾ പ്രവാചകൻ എന്തോ ആവണം. ഇതിന് നമ്മൾ അപ്ലൈ ചെയ്താൽ നമ്മുടെ ദേശത്തേക്ക്, നമ്മുടെ രാജ്യത്തേക്ക്, നമ്മുടെ പഞ്ചായത്തിലൊക്കെ നോക്കുക. ഈ കർത്താവിനെ അറിയാത്ത, സുവിശേഷത്തിൽ വിശ്വസിക്കാതെ പാപത്തിൽ ജീവിക്കുന്ന ജനത്തെ കാണുമ്പോൾ എന്തോ ഉണ്ടാവണം. അതാണ് നമ്മൾ അവിടെ നിന്ന് പഠിക്കേണ്ട കാര്യം. നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ ഉണ്ടാവാറുണ്ടോ? ദാറ്റ് അപ്ലൈസ് ഈവൻ ടു ദ ചർച്ച്. ഇപ്പോൾ സഭയ്ക്കകത്താണേലും ഇപ്പോൾ സുവിശേഷത്തോട് പ്രതികരിക്കാതെ മറുതലിച്ചൊക്കെ നിൽക്കുന്ന യൗവനക്കാരാകാം, പ്രായമുള്ളവരാകാം, ആരുമാട്ടെ, നമ്മുടെ ഹൃദയത്തിന് അതൊരു വേദനയാവുന്നുണ്ടോ? എക്സാമ്പിൾ, ഒരു എന്താ പറയുന്നേ, ഒരു പാപം എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന് നിരക്കാത്ത എന്തെങ്കിലും ഒരു സംഭവം നടന്നതായിട്ട് കൂട്ടുക. നടക്കുമ്പോൾ അതിനോടുള്ള നമ്മുടെ പ്രതികരണം എന്താ? ഞാൻ അപ്പത്തേക്ക് ന്യൂസ് റിപ്പോർട്ടറായിട്ട് എല്ലാവരോടും പറയല്ല, ഞാൻ എന്തോ ആവണം, പ്രവാചകനായിട്ട് നിലവിളിക്കണം. ദാറ്റ് ഈസ് എ സൈൻ ഓഫ് ദ പ്രോഫറ്റ്. ഡസ് ഇറ്റ് പെയിൻ അവർ ഹാർട്ട്? നമ്മുടെ ഹൃദയത്തിന് വേദന ഉണ്ടാകുന്നുണ്ടോ? കണക്കുകളും കാര്യങ്ങളൊന്നും ഞാൻ വിവരിക്കാൻ സമയമെടുക്കുന്നില്ല. നമ്മളിവിടെ കാണേണ്ടത്, ജനം പാപത്തിൽ പുളയുന്നത് കണ്ടാൽ ഹൃദയത്തിന് തകർച്ചയുണ്ടാണ്. ചില വർഷങ്ങൾക്ക് പുറകിലാന്ന് തോന്നുന്നു യേശുവിനെ പറ്റി ഒരു പ്രസംഗം പ്രസംഗിച്ചത് ഞാൻ ഓർക്കുന്നു. യേശു ജനത്തെ കണ്ടപ്പോൾ, മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത്, ഇടയനില്ലാത്ത ആടുകളെ പോലെ എന്നിട്ട് പറയുന്നത്, ജീസസ് ഹാഡ് കമ്പാഷൻ. എന്തുവായിരുന്നു അതിൻ്റെ വാക്ക്? ഗട്ട് റെഞ്ചിങ് കമ്പാഷൻ, മനസ്സലിവ്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നടത്തിയത് ഞാൻ ഓർക്കുന്നു. ഹൃദയമല്ല, വയറ്റിനിൽ അങ്ങനെ ഉണ്ടാകുന്ന ഒരു തകർച്ച ആർക്കുണ്ടാവണം? നമുക്കുണ്ടാവണം. അവിടെയാണ് മിഷൻ ആരംഭിക്കുന്നത്, ദൗത്യം അവിടെയാണ് ആരംഭിക്കുന്നത്. എനിക്ക് വേദന എന്താ? എനിക്ക് ശരീരത്തിലുണ്ടാകുന്ന വേദനയല്ല, അതിൻ്റെ അപ്പുറത്ത് ജനം പാപത്തിൽ നശിക്കുന്നത്,
സമൂഹത്തിൽ തിന്മകൾ വർദ്ധിക്കുന്നത് കാണുമ്പോൾ ദൈവസഭയുടെ ഭാഗമായിരിക്കുന്ന നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വന്ന് അവരുടെ അടുത്തേക്ക് സ്നേഹത്തോടെ ചെല്ലാനുള്ള ഒരു ദൗത്യത്തിൻ്റെ ബോധം കർത്താവ് നമ്മുടെ മേലിടട്ടെ. The last thing, ഒന്ന് ഞാൻ പറഞ്ഞത് പ്രവാചകന്റെ ജീവിതം തകർന്നതിൻ്റെ കാരണം he was becoming the message. സെക്കൻഡ്, ജനത്തിൻ്റെ പാപം തനിക്ക് വേദനയാകുക. മൂന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളത് 3-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലാണ് കാണുന്നത്. 3-ാം അധ്യായത്തിന് 1-ാം വാക്യം ഒന്ന് വായിക്കണേ. അനന്തരം യഹോവ എന്നോട്, ഇസ്രായേൽ മക്കൾ അന്യദേവന്മാരോട് ചേർന്ന് മുന്തിരി അടകളിൽ ഇഷ്ടപ്പെട്ടിട്ടും യഹോവ അവരെ സ്നേഹിക്കുന്നത് പോലെ നീ ഇനിയും ചെന്ന് ഒരു ജാരനാൽ സ്നേഹിക്കപ്പെട്ട് വ്യഭിചാരിണിയായിരിക്കുന്ന സ്ത്രീയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക എന്ന് കൽപ്പിച്ചു. യഹോവ അവരെ സ്നേഹിക്കുന്നത് പോലെ നീ ഇനിയും ചെന്ന് ജാരനാൽ സ്നേഹിക്കപ്പെട്ട വ്യഭിചാരിണിയായിരിക്കുന്ന സ്ത്രീയെ സ്നേഹിച്ചു കൊണ്ടിരിക്കുക. 1-ാം അധ്യായത്തിൽ പറയുന്ന ഗോമർ പ്രവാചകനെ വിട്ടുപോകുന്നു. പ്രവാചകൻ വീണ്ടും പോയി ആ സ്ത്രീയെ സ്നേഹിക്കാനാണ് 3-ാം അധ്യായത്തിൽ പറയുന്നത്. പക്ഷെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. യഹോവ ജനത്തെ സ്നേഹിച്ചു. എന്തുവാ അവിടെ സംഭവിക്കുന്നത്? ഈജിപ്തിൽ നിന്ന് സ്നേഹിച്ച് കനാനിൽ കൊണ്ടുവന്നു, കനാനിൽ പാർപ്പിച്ചു. പക്ഷെ കനാനിൽ വന്നിട്ടും വീണ്ടും അവിശ്വസ്തത കാണിക്കുക, അവിശ്വസ്തത കാണിച്ച് ദൈവത്തെ വിട്ടുപോകുക. അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എന്തോ ഉണ്ടായി? വേദനയുണ്ടായി. ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവഹൃദയത്തിനുണ്ടായ വേദന പ്രവാചകൻ അറിയണം. അതെങ്ങനെ അറിയുന്നത്? തൻ്റെ ജീവിതത്തിൽ ഈ അവിശ്വസ്തത പുലർത്തുന്ന സ്ത്രീയെ തുടർച്ചയായി സ്നേഹിക്കുന്നതിൽ കൂടെ. ദൈവം ആരെയാ നോക്കുന്നതെന്നറിയോ? ഗോഡ് ഈസ് ലുക്കിംഗ് ഫോർ പീപ്പിൾ who understand the heart of God. ദൈവത്തിൻ്റെ ഹൃദയത്തെ മനസ്സിലാക്കുന്നവരെ കർത്താവ് അന്വേഷിക്കുക. മിനിസ്ട്രി അപ്പോൾ എന്തുവാ? മിഷൻ അപ്പോൾ എന്തുവാ? ദൈവത്തെ വിട്ടുപോയ, ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചു പോയ ജനത്തെ തേടി വന്ന യേശു ആ അവിശ്വസ്തത അനുഭവിച്ച ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ വേദന മനസ്സിലാക്കി ജനത്തിൻ്റെ അരികിലേക്ക് ചെല്ലുന്നതാണ് ദൗത്യം. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പറഞ്ഞിട്ട് 6-ാം അധ്യായത്തിൽ പറയുന്നത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതോർത്ത് ദൈവം അനുതപിച്ചപ്പോഴാ? അതിക്രമം വർദ്ധിച്ചപ്പോൾ, നോഹയുടെ കാലത്ത് വഷളത്വം പെരുകിയപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചതോർത്ത് അനുതപിച്ചു എന്ന വാക്ക് കണ്ടില്ല? എസെക്കിയേൽ പ്രവചന പുസ്തകത്തിൽ പറഞ്ഞ ഇതേ കാര്യമാണ്. ഞാനൊരു ദുഷ്ടൻ തൻ്റെ ദുഷ്ടതയിൽ മരിക്കുന്നതിൽ സന്തോഷം എനിക്കുണ്ടാകുന്നില്ല. ഐ ടേക്ക് നോ പ്ലഷർ എന്നാണ് പറയുന്നത്. ഞാനൊരു വാക്യം കൂടെ കാണിച്ചിട്ട് എൻ്റെ സന്ദേശത്തെ അവസാനിപ്പിക്കാം. നമ്മൾ വായിച്ച 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ഒന്നുകൂടെ വായിച്ച് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. യഹോവ ഹോശേയ മുഖാന്തരം സംസാരിച്ചു തുടങ്ങിയപ്പോൾ, ഹോശേയ മുഖാന്തരം സംസാരിച്ച് തുടങ്ങിയപ്പോൾ, ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ട് തുടങ്ങിയപ്പോൾ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഹോശേയ എന്ന് പറയുന്ന പ്രവാചകന്റെ ശുശ്രൂഷയുടെ ആരംഭമായിരിക്കാം. തുടങ്ങുമ്പോൾ തന്നെ സംഭവിച്ച കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം. ദൈവത്തിന് നമ്മളെപ്പറ്റി ദൈവം നമുക്കൊരു ദൗത്യം തന്നിട്ടുണ്ടില്ലേ? നമുക്കറിയാം. നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന സഭയുടെ ദൗത്യം നമുക്കറിയാം. പക്ഷെ അത് ആരംഭിക്കുന്നത് എപ്പോഴാണ്? ഹോശേയാവിൻ്റെ പ്രവചന പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ സംസാരിച്ചു തുടങ്ങിയത് ഈ പ്രവാചകൻ ഒന്നാമതായിട്ട് എന്തോ ആയി? സന്ദേശമായിട്ട് മാറുക. തൻ്റെ ജീവിതം ഒരു സന്ദേശമാകുക. പാപത്തിൽ ജീവിക്കുന്ന ജനത്തെ ഓർത്തിട്ട് ഒരു ഞെരുക്കം അല്ലെങ്കിൽ ഒരു വേദന തൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുക. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ
വേദന താൻ ഏറ്റെടുക്കുക. കർത്താവിന് ഈ വർഷം ദൈവസഭയെപ്പറ്റി, നമ്മളെ ഓരോരുത്തരെയും പറ്റി, ഗോഡ് ഹാസ് സെവറൽ തിങ്സ്, ദൈവത്തിന് പല കാര്യങ്ങൾ നമ്മൾ കൂടെ ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്കുണ്ടാകേണ്ടത് എന്താണ്? ദ ബേർഡൻ, ഭാരം ഉണ്ടാകുന്നുണ്ടോ? അതോ ഇങ്ങനെ അങ്ങ് പോവാം, എന്താ കുഴപ്പം, അടുത്ത ആഴ്ച വേറെ ആരെങ്കിലും പ്രസംഗിക്കും, പിന്നെ വേറെ ആരെങ്കിലും പ്രസംഗിക്കും. Is there pain in the heart is the question. ഞാനിത് പറയുമ്പം 10 വർഷത്തിൻ്റെ പുറകിൽ നടന്നൊരു സംഭവമുണ്ട്. ഞാനത് നേരത്തെ ഒരു മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ ഈ ഫ്രണ്ടിലിരിക്കുക, ഈ കുഞ്ഞുങ്ങളിരിക്കുന്ന പോലെ. ഞങ്ങളുടെ ചർച്ചിൻ്റെ ഒരു പരിചയം, അന്നത്തെ സഭയുടെ പരിചയം അനുസരിച്ച് ചർച്ചിലുള്ള എല്ലാവരും സാക്ഷ്യം പറയും. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ എത്ര പേര് ഇപ്പോൾ 1 മണിക്കൂർ ശ്രദ്ധിച്ചു എന്ന് പറയുന്ന പോലെ ഉള്ളൂ. നമ്മൾ കണ്ടിരിക്കുക, നമ്മൾ എത്ര ശ്രദ്ധിക്കത്തുള്ളൂ. ഞാനും അത്ര ശ്രദ്ധിച്ചുള്ളൂ. അന്ന് ഈ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരങ്കിൾ എഴുന്നേറ്റ് ഭയങ്കര കരച്ചിൽ. ഇത് സൗദിയിൽ നടക്കുന്ന കാര്യമാണ്, മറ്റൊരു രാജ്യത്ത്. അപ്പം ആ അങ്കിള് ഭയങ്കരമായിട്ട് കരയുന്നു. അപ്പം കരയുമ്പോൾ പിന്നെ നമ്മൾ സീരിയസ് ആവും. നമ്മൾ പിന്നെ എന്തോ സംഭവം എന്നറിയാൻ വേണ്ടി ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്നു. സാധാരണ ഗൾഫിലുള്ളവർക്കൊക്കെ പോയവർക്കൊക്കെ അറിയാം, ഈ കരയെന്ന് പറഞ്ഞാൽ വീട്ടിൽ ആരെങ്കിലും മരിച്ചു, പെട്ടെന്ന് വരാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള ഇഷ്യൂസാണ് സാധാരണ കരച്ചിലുണ്ടാകുന്നത്. അപ്പം നമ്മൾ വിചാരിച്ച ആരെങ്കിലും മരിച്ചാണ് നമ്മൾ പിന്നെ എന്തുവാന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ഗൗരവമായിട്ടിരിക്കും. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു വരുന്ന സംഭവം ഇതാണ്. പുള്ളിയുടെ സ്ഥലം ഈ കൊട്ടാരക്കര കുണ്ടറ ഭാഗത്താണ്. പുള്ളി കരഞ്ഞ് തിരിയുന്ന പോലും ഇല്ല, അതേപോലെ കരയുക. ഹീ സെയിങ്, പുള്ളിക്കാരൻ്റെ നാട്ടിൽ, അതായത് കുണ്ടറ എന്ന് പറയുന്ന ദേശത്ത് വരുന്ന മാസം, 1 മാസം കൂടെ കഴിഞ്ഞാൽ താൻ അവിടെ ചെന്ന് തൻ്റെ വീടിൻ്റെ മുറ്റത്തൊരു കൺവെൻഷൻ നടത്താൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. പക്ഷെങ്കിൽ പുള്ളിയോട് ഇന്നലെ പുള്ളിയുടെ സഹോദരൻ വിളിച്ച് പറഞ്ഞു, ആ ദേശത്തിൽ വെള്ളമടിച്ച് കുടുംബത്തിനും നാടിനും കൊള്ളാത്തവനായിട്ട് ജീവിച്ച ഒരാള് ഇന്നലെ രാത്രി മരിച്ചുപോയി. ഞാനോർത്ത് പുള്ളിക്കാരുടെ ബന്ധം വല്ലതായിരിക്കുന്നു. ഒരു ബന്ധവും ഇല്ല. നാട്ടിലെ ഒരു തല്ലിപ്പൊളി, വെള്ളമടച്ച് നടന്ന ആർക്കും പ്രയോജനമില്ലാത്ത ഒരാൾ മരിച്ചതിന് അയ്യോ, ആ മൈലുകൾക്കപ്പുറത്തിരിക്കുന്ന ആ സഹോദരൻ, ആ അങ്കിള് കരയുന്ന കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് അപ്പോൾ പുച്ഛവും ഒക്കെ തോന്നിയെങ്കിലും പിന്നീട് കർത്താവ് എന്നോട് ഇത് ഇടപെട്ടപ്പോൾ ഞാൻ പലയിടത്ത് പറഞ്ഞു, സത്യത്തിൽ നമുക്കതല്ലേ ഉണ്ടാകണ്ടേ, സത്യത്തിൽ നമുക്കതല്ലേ ഉണ്ടാകണ്ടേ. നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ ഉണ്ടാകാറുണ്ടോ? നമ്മുടെ കൂടെ പഠിക്കുന്ന കുറേ പേരുണ്ട്, കൂടെ ജോലി ചെയ്യുന്നവരുണ്ട്. എപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിലൊരു വേദന ഉണ്ടായേ? ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ ഈ ടെക്സ്റ്റല്ല ഞാൻ അന്ന് സംസാരിച്ചത്, ഞാൻ അന്ന് മറ്റൊരു ടെക്സ്റ്റിൽ നിന്നാണ് സംസാരിച്ചത്. പക്ഷെ അന്ന് കർത്താവ് എന്നോട് പറഞ്ഞതാണ്, ദ ഹാർട്ട് ഓഫ് ദ ലോർഡ് ഈസ് പെയിനിങ് ടു സീ പീപ്പിൾ പെരിഷിങ്. ജനം നശിച്ചു പോകുന്നത് ദൈവഹൃദയത്തിൻ്റെ വേദനയാണ്. ആ ഹൃദയത്തിൻ്റെ വേദന എടുക്കാൻ ഇവിടെ ആൾക്കാരുണ്ടോ? ഒത്തിരി പ്രായമായവരെന്നെ കേൾക്കുന്നുണ്ട്, നിങ്ങൾക്കും അവസരമുണ്ട്. പക്ഷേ ഈ കൊച്ചു കുഞ്ഞുങ്ങളോട് the best thing that you can do with your life is this. മറ്റൊന്നും ഒരു പ്രയോജനവും ഉള്ളതല്ല. ഞാൻ അവസാനിപ്പിക്കാം. സൺഡേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ആനിവേഴ്സറിക്ക് പാസ്റ്റർ സുധീർ കുറുപ്പ് എന്ന് പറയുന്ന ഒരു കർത്താവിൻ്റെ ദാസൻ, പുള്ളി പിന്നെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. പുള്ളി പറഞ്ഞൊരു കാര്യം, ഇങ്ങനെ ഇരിക്കുന്ന ഒരു സദസ്സിൽ, ഇങ്ങനെ ഇരിക്കുന്ന ഒരു കൂട്ടത്തിൽ, പുള്ളി പ്രസംഗിച്ച ആനിവേഴ്സറിക്ക് പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ ചോദിച്ചൊരു ചോദ്യം ഞാൻ ഇന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. യു വിൽ സ്റ്റാൻഡ് വൺ ഡേ ബിഫോർ ഗോഡ്, ബിഫോർ ജീസസ്, ആൻഡ് ഹി വിൽ ആസ്ക് യു ദിസ് ക്വസ്റ്റ്യൻ, ഐ ഡൈഡ് ഫോർ യു, വാട്ട് ഡിഡ് യു ഡു ഫോർ മീ? ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു, നീ എനിക്ക് വേണ്ടി എന്താ ചെയ്തേ?
പപ്പമാരൊക്കെ പുറത്ത് പോയിട്ട് വരുമ്പോൾ മക്കൾ ആകാംക്ഷയോടെ നോക്കിയിരിക്കും. എന്തിനാണെന്നറിയോ? പപ്പ വരുമ്പോൾ എന്തോയിലും, പപ്പയുടെ കയ്യിൽ എന്തോയിലും. ഗൾഫിൽ നിന്നൊക്കെ വരുവാണെങ്കിൽ അതിനേക്കാൾ ആവേശത്തോടെ പിള്ളേർ കാത്തിരിക്കും. പപ്പ വരുമ്പോൾ എന്തോയിലും ഞാൻ പറഞ്ഞത് കാണുമായിരിക്കും പെട്ടി പൊട്ടിച്ച് കഴിയുമ്പോൾ. ഹീ ഈസ് വെയിറ്റിംഗ് ഫോർ അസ്. നമ്മളവിടെ ചെല്ലുമ്പം നമ്മൾ നേടിയ ആത്മാക്കൾ നമ്മളോടൊപ്പം കാണും. ഞാൻ എൻ്റെ വാക്കുകളോട് അവസാനിപ്പിക്കുക. നമുക്കൊരു പാട്ടിൻ്റെ വരികൾ ചേർന്ന് പാടാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആ പാട്ട് നമ്മളെ സ്ഥിരം പാടുന്ന പാട്ടാണ്, പക്ഷെ അതിനകത്തിലെ വരികൾ: വിതച്ചിടുക നാം സ്വർഗത്തിൻ്റെ വിത്താം ക്രിസ്ത്യൻ സുവിശേഷം ഹൃദയങ്ങളിൽ, ആത്മമാരി പെയ്യും ദൈവം കൃപ ചെയ്യും തരും കൊയ്ത്തിനെയും തക്ക കാലത്തിൽ. അതിൻ്റെ കോറസ് എങ്ങനെയാണ്? കൊയ്ത്ത് കാലത്തിൽ നാം സന്തോഷിക്കും. കറ്റകൾ ചുമന്ന് ഈ ചെറിയ ആയുസ്സിൽ കണ്ണുനീരും വിഷമമൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിൻ്റെ നടുവിൽ വിത്ത് വിതച്ചാൽ നമ്മൾ പോലും അറിയാത്ത ഇമ്പാക്റ്റുകൾ നമ്മുടെ പ്രവർത്തനത്തിനുണ്ടാവും. ഇതിൻ്റെ വരികൾ പാടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ വരികൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ വിതയ്ക്കാതെ ഇരുന്നാൽ കൊയ്യാതെ രക്ഷകൻ മുൻപാകെ നിൽക്കും ലജ്ജയിൽ. ഇതിനകത്തിൽ ഒരു സ്റ്റാൻസയും കൂടെ ഞാനൊന്ന് പറയാം. വിതച്ചിടുക നാം തടസ്സം അനേകം സാത്താൻ കൊണ്ടെന്നാലും തൻ വൈരാഗ്യത്തിൽ തളർന്നു പോകാതെ സ്നേഹം വിടാതെ ക്ഷീണിക്കാതെ ക്രിസ്ത്യൻ ശക്തിയാൽ. ഈ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും പ്രവർത്തനം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്ര നേരം കേട്ടിട്ട് ഞങ്ങളും കൂടി ഈ ആഴ്ച ഉണ്ടെന്ന് പറയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ? കരം കാണിച്ചാൽ സന്തോഷമായിരുന്നു. അല്ലേ പിന്നെ ഈ 1 മണിക്കൂറല്ല 2 മണിക്കൂർ കേട്ടിട്ടും കാര്യമില്ല. അങ്ങനെ ആത്മഭാരമുള്ള സഹോദരന്മാർ ഇവിടെ ഉണ്ട്. ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. പക്ഷെ ദാറ്റ് ഈസ് ദ പർപ്പസ്. 2 സഭായോഗവും 1 കോട്ടേജ് മീറ്റിംഗും മാസത്തിൽ കൂടുന്നതല്ല. അതല്ല ദൗത്യം. അതല്ല. ഗെറ്റ് ഇൻ ടു ദ ഫീൽഡ്. കണ്ണുനീരുകൊണ്ട് വിത്ത് നനയ്ക്കാമെങ്കിൽ ദൈവം കൃപ ചെയ്ത് നിറയ്ക്കാമെന്ന് വചനത്തിൽ നമ്മൾ കേട്ടതല്ലേ? ഇത് കേവലം പ്രസംഗങ്ങളായി നിൽക്കാനല്ല, ഹൃദയങ്ങളിൽ ദൈവം പ്രവർത്തിക്കട്ടെ. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയ്ക്കുക.